SR കറികളിലേക്ക് സ്വാഗതം. ഇന്ന് സ്പാനിഷ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിലായാലും കൊടുത്തയക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ ഉരുളൻകിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഉരുളൻകിഴങ്ങ് ഒരെണ്ണത്തിന് പകരം 2 3 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സബോളയും നിങ്ങൾക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. സബോള ഒന്ന് വാടി കിട്ടിയാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉരുളൻകിഴങ്ങ് ഫ്രൈ ആക്കി എടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി വേണ്ടത് 4 കോഴിമുട്ടയാണ്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉരുളൻകിഴങ്ങ് സബോള ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടിഭാഗം വേവാനായിട്ട് അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളി സ്പാനിഷ് ഓംലേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.